ശരിക്കും ഇവിടുന്ന് ഒരു മീനിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള മാക്സിമം ട്രൈ ചെയ്യണം. കുറേ കീറി എന്നാലും അടുത്ത് നമ്മളതിനെ പിടിച്ച് കയറ്റണം. എന്താണെന്ന് അറിഞ്ഞൂടാ മീൻ. നല്ലൊരു വാകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏമി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓല കിടക്കുന്നതിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് കണ്ടിരിക്കണത് മീനെ. കൊട്ടുക്ക് അവനങ്ങോട്ട് കയറ്റ. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നിട്ടേ അതിൻ്റെ ഓപ്പോസിറ്റ് കര എന്ന് പറയുന്നത് ഒരു 50 മീറ്ററോളം ദൂരമുണ്ട്. മീനെ കണ്ട ഒരു സ്പോട്ടിലോട്ട് ഒരു 50 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും കാസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി വെയിറ്റുള്ള ഫ്രോഗാണ്. ഒരു 16 ഗ്രാമോളം വെയിറ്റുള്ള ഫ്രോഗാണ് കാസ്റ്റ് ചെയ്യണത്. 55 mm. എന്തോന്നാലും ഞങ്ങളതിനെ പിടിച്ചിട്ട് തന്നെ പോവുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വന്ന് കുടിക്കുന്നൊക്കെ ഉണ്ട്. വിട്ടിട്ട് എടാ കളിപ്പിച്ചെടുത്തതരാ. കരിമണ്ടല്ലൻ നല്ല അടി കണ്ടപ്പോ ചേട്ടൻ പറയും നാടൻ മടൻ നേരത്തെ അടിച്ചത് കൈ പൊളി കയ്യില്ല. ഇത്രയും വലിയ നാടൻ വേല കണ്ടിട്ടുണ്ടോ? നാടൻ ബിരിയാണി കണ്ടിട്ടുണ്ട്. എനിക്ക് റോഡൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇത്രയും വലിയ നാടൻ ബിരിയാണിയൊക്കെ ഈ ഊളകളെ കൊണ്ട് വലിയ പാടാണ്. അലമ്പന്മാര് ഗോകുലിൽ നാണം വന്ന. നേരത്തെ പിടിച്ചോട്ട് വിടറ. ടെററെല്ലാം ഈ മുഴുപ്പുള്ള സാധനമൊക്കെ ഞങ്ങളുടെ പാടത്തുനിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഉള്ളിയുടെ ഒടുക്കത്തെ തള്ളു കേട്ടോ. എൻ്റെ ദൈവം കൊല്ലടാക്കണ്. വണ്ടിയുടെ ഉള്ളിൽ വെച്ചാ ഫോട്ടോ എടുക്കണ തുറക്കണ്ടേ? ഇച്ചിരി പ്രായമുള്ള മീനാണ്. ഇവന്റെ കൂട്ടുകാരനായിരിക്കും നേരത്തെ അടിച്ചത്. ഇത് പിന്നീട് അടിച്ചത് പോടാ. ഞാൻ ഗ്രിപ്പർ എടുക്കണം. ഗ്രിപ്പറോടെ വണ്ടിയില് താക്കോലുണ്ടോ? പറഞ്ഞ അടിച്ച കളയല്ലേ. അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. ആ വായി പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. നാടൻ വരെ പല്ലന്മാര് എടാ അതേ ഇല്ലട്ടാ. ഇനിയുണ്ടാ അതേ പോണില്ലെന്ന്. 1 കിലോ മുകളിലുണ്ടാവും. 1 കിലോ മുകളിൽ കാണും. ലോക്കാക്കിയല്ല. ഫോട്ടോ എടുത്തു.
ഫോട്ടോ എടുക്ക് മുഖം മൂടി ഇരിക്കവിടെ നിക്കട്ടെ ഞാൻ